റൗണ്ടിലുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഏരിയക്ക് നമ്മൾ A1 എന്ന് കൊടുക്കാം. അതിന്റെ ഏരിയക്ക് ഇത് ഏരിയ വളരെ കൂടുതലാണ്. ഇതിന്റെ ഈ ഏരിയക്ക് ഡയമീറ്റർ കൂടുതലാണ് ഇതിന്റെ ഈ ഏരിയക്ക് നമുക്ക് A2 എന്ന് കൊടുക്കാം. അതിന്റെ ഏരിയ ഇതിൽ കൊടുക്കുന്ന ഫോഴ്സിനെ നമുക്ക് F1 എന്ന് എഴുതാം. അപ്പോൾ ഇതില് വരുന്ന ഫോഴ്സിനെ നമുക്ക് F2 എന്നും കൊടുക്കാം. ഈ പോർഷനെ നമുക്ക് ടോട്ടലി X എന്ന് പറയാം, ഈ പോർഷനെ Y എന്ന് പറയും, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. നമ്മൾ ഇവിടെയാണ് ഒരു ഫോഴ്സ് കൊടുത്തത്, അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുത്തത്. അപ്പൊ അതേ പ്രഷർ തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുക. അപ്പോൾ ഇവിടെ രണ്ടിടത്തുള്ള പ്രഷർ സെയിം ആയിരിക്കും. അപ്പൊ നമുക്കത് ഇങ്ങനെ എഴുതാം. ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് വെച്ചാൽ X ആണ്. ഈ Xൽ അനുഭവപ്പെടുന്ന പ്രഷറും ഈ Yയിൽ അനുഭവപ്പെടുന്ന പ്രഷറും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം. അപ്പൊ രണ്ടിടത്തെ പ്രഷർ നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എത്രയാ നമുക്ക് കണക്കാക്കാം. പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാ? ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ, അല്ലെ? പ്രഷർ ഈക്വൽസ് ഫോഴ്സ് ബൈ ഏരിയ. രണ്ടിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷറിനെ ഈ PXൽ ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് അത് F1 ആണ് ബൈ ഏരിയ A1 ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എത്രയാ? അവിടെ അനുഭവപ്പെടുന്ന പ്രഷറിനെ PY എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് ഈക്വൽസ് അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് F2 ആണ്. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A2 ആണ്. അപ്പൊ നമുക്ക് ഈ PX ഈക്വൽസ് PY, രണ്ടിടത്തും പ്രഷർ സെയിം ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടുത്തെ പ്രഷർ നമുക്ക് എഴുതാം. PX എത്രയാ? F1 ബൈ A1 ഈക്വൽസ് PY. PY എത്രയാ? F2 ബൈ A2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോ നമ്മൾ ഇവിടെ കൊടുത്ത ഫോഴ്സ് F1 ആണെങ്കിൽ ഇവിടെ അനുഭവപ്പെട്ട ഫോഴ്സ് എത്രയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രഷർ രണ്ടിടത്ത് സെയിം ആണ്, പക്ഷെ ഇവിടെ ഏരിയ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമ്മൾ നോക്കാൻ പോവാം. ഈ ഇക്വേഷനിൽ നമുക്കത് കണ്ടെത്താം. ഈ ഇക്വേഷനിൽ ഇവിടുത്തെ ഫോഴ്സിനെ F2 എന്നാണ് വിളിക്കുന്നത്. F2 എത്രയാണ് നമ്മൾ കണ്ടെത്താൻ പോവാം. അപ്പൊ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. F2 ഇൻറ്റു A1 അല്ലെ ഈക്വൽസ് F1 ഇൻറ്റു A2 എന്നാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. F2 ഈക്വൽസ് F1 ഇൻറ്റു A2 ബൈ A1 എന്നാണ് നമുക്ക് കിട്ടുക. ഇതില് നമുക്കത് ഇങ്ങനെ എഴുതാം. ഈ A2 ബൈ A1 നമുക്ക് ഇങ്ങനെ എഴുതി സെപ്പറേറ്റ് ഇടാം. ഇൻറ്റു F1 എന്ന് വെച്ചാൽ നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് നോക്കുമ്പോൾ, ഇത് ഞാനങ്ങ് മാറ്റുവാണ്. ഇത് രണ്ടും കൂടെ കൂടി നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു പ്രത്യേക ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണോ അതേ ഇൻറ്റു ഇതിന്റെ ഏരിയ ബൈ ഇതിന്റെ ഏരിയ. ഇതിന്റെ ഏരിയനെ ഈ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇൻറ്റു F1 എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. A2 100 ആണെന്നിരിക്കട്ടെ, ഇവിടുത്തെ A2 100 ആണെന്നിരിക്കട്ടെ, A1 1 ആണെന്നും ഇരിക്കട്ടെ. എന്ന് വെച്ചാൽ ഈ സർഫസിന്റെ ഏരിയ 100 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് ഇരിക്കുക. ഇതിന്റെ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് F2 ഈക്വൽസ് ഇവിടെ കൊടുത്ത ഫോഴ്സ് ഇൻറ്റു എത്രയായിരിക്കും? A2 ബൈ A1 ആണ്. എന്ന് വെച്ചാൽ 100 ബൈ 1 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിന്റെ അർത്ഥം 100 ബൈ 1 വെച്ചാൽ 100 തന്നെ. ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ 100 മടങ്ങ് ഫോഴ്സ് ഇവിടെ അനുഭവപ്പെടുന്നതാണ് അർത്ഥം, അല്ലേ? അപ്പൊ F2 ഈക്വൽസ് ഇവിടെ എക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇൻറ്റു 100. അപ്പൊ ഇതിന്റെ ഒരു പ്രായോഗിക വശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
അപ്പോൾ പാസ്കൽ ലോയിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഈ വലിയ ഏരിയ ഉള്ള ഭാഗത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ A2/A1 ഇൻറ്റു F1 ആണ്. എന്ന് വെച്ചാൽ ഇവിടത്തെ ഏരിയനെ ഇവിടത്തെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഇവിടുത്തെ ഏരിയ വലുതായതുകൊണ്ട് ഒന്നിനേക്കാൾ വലിയ സംഖ്യ ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക. കാരണം A2 ഇതാണല്ലോ, ഇതിന്റെ ഏരിയ വലുതായിരിക്കും, ഇതിന്റെ ഏരിയ ചെറുതുമായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സിന്റെ പല മടങ്ങായിരിക്കും നമുക്ക് F2 ആയിട്ട് കിട്ടുക. ഇരിക്കുന്ന പൊസിഷനിൽ നമ്മളിവിടെ ഇതിനെ പ്രസ് ചെയ്ത് 1 മീറ്റർ നമ്മൾ ഇതിനെ അങ്ങ് താഴ്ത്തി, പ്രഷർ കൊടുത്ത് ഇതിനെ അങ്ങ് പ്രസ് ചെയ്ത് 1 മീറ്റർ താഴ്ത്തി. അപ്പൊ ഇത് എത്ര മീറ്റർ ഉയരും? ഇത് താഴുമല്ലേ, അപ്പൊ പ്രഷർ ആ ബലം വന്നിട്ട് ഇതങ്ങ് ഉയരുകയില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് 1 മീറ്റർ അല്ല താഴ്ത്തിയത്, അപ്പൊ അതിന്റെ 100 മടങ്ങ് 100 മീറ്റർ ഉയരുമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ ഉയരില്ല. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ വേറൊരു കാര്യം പഠിക്കണം. ഈ രണ്ടിടത്തും ചെയ്യപ്പെടുന്ന വർക്ക് സെയിം ആണ്. ഇവിടെ ചെയ്യപ്പെടുന്ന വർക്ക് ഈക്വൽസ് ഇവിടെ ചെയ്യപ്പെടുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. F ഇൻറ്റു എസ് ആണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതാണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന വർക്ക്, ഇവിടെ ചെയ്യപ്പെടുന്ന വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത് F1 ആണ്. F1 അല്ലെ ഇൻറ്റു, ഇനി ഇത് എത്ര നീങ്ങി, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന പൊസിഷൻ എവിടെയായിരുന്നു, ഇപ്പൊ അത്രയും ഫോഴ്സ് കൊടുത്തപ്പോൾ ഇവിടം വരെ നീങ്ങി. അപ്പൊ ഇവിടെ നിന്നോട്ട് ഇവിടം വരെയുള്ള ആ അകലത്തിനെയാണ് എസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇവിടെ ഇരുന്ന ഈ ഭാഗം ഇങ്ങോട്ടേക്ക് നീങ്ങി വന്നു. അപ്പൊ 1 മീറ്റർ ആണ് അത് നീങ്ങിയത്, അല്ല താഴത്തേക്ക് നീങ്ങിയത് 1 മീറ്റർ. അതാണ് എസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ F1 ഇൻറ്റു S1 നമുക്ക് കൊടുക്കാം. ഈ നീളത്തെ നമുക്ക് S1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടത്തെ എങ്ങനെയായിരിക്കും? ഇവിടെയും അതുപോലെ തന്നെ അവിടെ നടത്തപ്പെടുന്ന വർക്കിനും അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്ര? F2 ഇൻറ്റു S2 ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടിടത്തെയും വർക്കുകൾ ഞാനിപ്പോ കാണിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞു ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ സെയിം ആണ്. അതുപോലെ തന്നെ രണ്ടിടത്തും ചെയ്യപ്പെടുന്ന വർക്കും സെയിം ആയിരിക്കും. അപ്പോ ഇവിടെ ചെയ്യപ്പെടുന്ന വർക്കിനെ നമുക്ക് WX എന്ന് പറയാം, ഇവിടെ ചെയ്യപ്പെടുന്ന വർക്കിനെ നമുക്ക് WY എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആയല്ലോ? അപ്പോ ഇവിടെ ചെയ്യപ്പെടുന്ന വർക്കിനെ നമുക്ക് F1 ഇൻറ്റു S1 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ചെയ്യപ്പെടുന്ന വർക്കിനെ നമുക്ക് എന്തെന്ന് എഴുതണം? ഇവിടെ ചെയ്യപ്പെടുന്ന വർക്കിനെ നമുക്ക് F2 ഇൻറ്റു S2 എന്ന് എഴുതണം. ശരിയല്ലേ? അപ്പൊ ഇത് രണ്ട് ഈക്വലാണ്. എന്ന് വെച്ചാൽ ഇവിടത്തെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ഇവിടെ ആ ഫോഴ്സിനനുസരിച്ച് താഴു പോകുന്ന അത്ര ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഫോഴ്സും ആ ഡിസ്റ്റൻസും കൂടെ ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണോ അത്രയും തന്നെ ഈ ആൻസർ, ഇവിടെ കിട്ടുന്ന ആൻസർ വർക്ക് എത്രയാണോ അത് തന്നെ ഇവിടെ കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ നമ്മള് ഫോഴ്സ് 1 കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. അപ്പൊ ഇവിടെ ഇത് 2 മീറ്റർ ഇത് താണു എന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ 20 കിട്ടി അല്ലേ? അപ്പൊ ടോട്ടൽ ഇവിടെ ചെയ്തേക്കണ വർക്ക് 20 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എങ്ങനെയായാലും F1 10 കൊടുത്തപ്പോ F2 അതിനേക്കാളും വളരെ കൂടുതലായിരിക്കും അല്ലേ? കാരണം ഇതിന്റെ ഏരിയ കൂടുതലായതുകൊണ്ട് ഇവിടെ ഫോഴ്സ് കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞേക്കണേ. ഇതിന്റെ F1ന്റെ എത്രയോ മടങ്ങായിരിക്കും ഇവിടെ വരിക. അപ്പൊ നമ്മളിവിടെ 10 ആണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ എങ്ങനെയാലും 10നേക്കാൾ കൂടിയ സംഖ്യ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അപ്പോ സപ്പോസ് ഇവിടെ 20 ആണ്, ഇവിടെ 10 കൊടുത്തപ്പോ ഇവിടെ ഫോഴ്സ് 20 ആണ് വന്നേന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ F2ഉം S2ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര തന്നെ വരാൻ പോകും? 20 തന്നെ ആൻസർ വരാൻ പോകും. കണ്ടോ, ഇവിടുത്തെ വർക്ക് 20 ആണ്, അപ്പൊ ഇവിടുത്തെ വർക്ക് എത്ര തന്നെ ആയിരിക്കും? 20 തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഫോഴ്സ് 10 കൊടുത്തപ്പോ ഫോഴ്സ് ഇവിടെ 20 വന്നു, പക്ഷെ ഇവിടെ S2 വന്നു കഴിഞ്ഞാൽ 40 ആയിപ്പോ. കണ്ടോ, അപ്പോ അതിനേക്കാൾ കുറവ് അവിടെ ഉള്ളൂ. ഇവിടെ 1 മീറ്റർ ഇത് പൊങ്ങോളൂ, എന്നാലാണല്ലോ ഇവിടെ 20 കിട്ടുള്ളൂ. കണ്ടോ, അപ്പൊ ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഫോഴ്സ് ഇവിടെ വരും എന്നുള്ള കാര്യം ശരിയാണ്. ഇവിടെ നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നോ അതിനേക്കാളും വളരെ കൂടുതൽ ഫോഴ്സ് ഇവിടെ അനുഭവപ്പെടും. പക്ഷെ ഇത് നമ്മൾ എത്രമാത്രം താഴ്ത്തുന്നോ അത്രയും ഇത് പൊങ്ങൂല. ഇവിടെ തന്നെ നമ്മൾ ഇത് ഇപ്പോ ഈ കണക്ക് പ്രകാരമാണ് ഇത് 2 മീറ്റർ നമ്മൾ താഴ്ത്തി, പക്ഷെ അന്നേരം ഇത് പൊങ്ങിയത് എത്ര മീറ്ററാണ്? 1 മീറ്റർ അത് പൊങ്ങിയോളൂ.
ഓക്കെ, അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. കഴിഞ്ഞ ആദ്യത്തെ എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടത് രണ്ടിടത്തെ സിറിഞ്ചിന് സെയിം ഡയമീറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് അത് 1 സെന്റിമീറ്റർ താത്തിയപ്പോൾ ഇത് 1 സെന്റിമീറ്റർ പൊങ്ങിയത്. അതേസമയം ഇതിന്റെ ഡയമീറ്റർ വ്യത്യാസം വന്നപ്പോൾ എവിടെയാണോ ഫോഴ്സ് കൂടുതൽ കിട്ടുന്നത് അവിടെ ഇത് ലിഫ്റ്റ് ചെയ്ത് വരുന്നത് കുറവായിരിക്കും. കാരണം രണ്ടിടത്തെയും വർക്ക് സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഈ ഭാഗത്ത് ഡയമീറ്റർ കൂടുതലായിരിക്കും, ഇവിടുത്തെ ഏരിയ കൂടുതലായിരിക്കും, ഇവിടുത്തെ ഏരിയ കുറവായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫോഴ്സ് F1 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ് F2, ഇവിടെ നമ്മൾ താഴത്തോട്ട് ഒരു F1 ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മുകളിലേക്കൊരു ഫോഴ്സ് അനുഭവപ്പെടും. ഈ ഫോഴ്സിന് ബലം ശക്തി കൂടുതലായിരിക്കും അല്ലെ, ഇവിടെ കൊടുക്കുന്ന ഫോഴ്സിനേക്കാളും ഒത്തിരി കൂടിയ ഫോഴ്സ് ആയിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനി ഇവിടത്തെ ഏരിയനെ നമ്മൾ A1 ആണെന്ന് വിളിക്കുന്നതെങ്കിൽ ഇവിടത്തെ ഏരിയ A2 ആയിരിക്കും അല്ലെ, ഏരിയ അവിടെ കൂടുതൽ. അപ്പൊ ഏരിയ കൂടുതലുള്ളിടത്താണ് ഫോഴ്സ് കൂടുതൽ അനുഭവപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കി. രണ്ടിടത്തെയും പ്രഷർ സെയിം ആയിരിക്കുന്ന നമ്മൾ പറഞ്ഞു. ഇത് X ആയതുകൊണ്ട് ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ Px ആയിരിക്കും, ഇത് Y ആയതുകൊണ്ട് ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ Py ആയിരിക്കും. അപ്പോൾ Px ഈക്വൽസ് Py ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എത്രയായിരിക്കും? പ്രഷർ എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഇവിടുത്തെ പ്രഷർ, ഫോഴ്സ് ഇവിടെ F1 ആണ്, ഏരിയ A1 ആണ്, ഈക്വൽസ് ഇവിടുത്തെ പ്രഷർ എത്രയാണ്? അവിടുത്തെ പ്രഷർ കാണാനായിട്ട് ഫോഴ്സ് അവിടെ F2 ആണ്, ഏരിയ A2 ആണ്. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമ്മൾ കണക്കാക്കാൻ പോകും. അതിന് നമ്മൾ കണക്കാക്കിയത് എങ്ങനെയാണ്? ഇത് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ F2 ഇൻറ്റു A1 ഈക്വൽസ് A2 ഇൻറ്റു F1 ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് കണക്കാക്കി A2 ഇൻറ്റു F1 ബൈ A1 എന്ന് മനസ്സിലാക്കി. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന F1 ഫോഴ്സ് ഇൻറ്റു ഇതിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ഇതിന്റെ ഏരിയ. അപ്പോൾ ഇതിന്റെ ഏരിയ 100 ആണെന്ന് സങ്കല്പിക്കുക, ഇതിന്റെ ഏരിയ അതിനേക്കാൾ കുറവായിരിക്കില്ല, 10 ആയിരിക്കും എന്ന് സങ്കല്പിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ 100 എഴുതി, താഴെ 10 എഴുതി. അപ്പൊ 10 ഇൻറ്റു, അപ്പൊ ഇതിന്റെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 10 ഇൻറ്റു F1 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ അല്ലെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സിന്റെ F1ന്റെ 10 മടങ്ങ് കൂടുതലായിരിക്കുന്നതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് രണ്ടിടത്തും ചെയ്യപ്പെടുന്ന വർക്ക് സെയിം ആണ് അല്ലെ. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം അതായിരുന്നു, രണ്ടിടത്തും ചെയ്യപ്പെടുന്ന വർക്ക് സെയിം ആണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. രണ്ടിടത്തും നടത്തപ്പെടുന്ന വർക്ക്, ഇവിടെ നടത്തപ്പെടുന്ന വർക്കിന്റെ ഇക്വേഷൻ എന്തെന്നാ? ചെയ്യപ്പെടുന്ന വർക്ക് Fx ആണെങ്കിൽ ഇവിടെ ചെയ്യപ്പെടുന്ന വർക്ക് Wy ആണ്. Wx ആണെങ്കിൽ ഇവിടുത്തെ Wy ആണ്. അപ്പോൾ വർക്കിന്റെ ഇക്വേഷൻ എന്തെന്നാ? Fs ആണ്, ഫോഴ്സ് ഇൻറ്റു വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇൻറ്റു ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ വസ്തു എത്രമാത്രം നീങ്ങി, അത് എന്തോരം ഡിസ്റ്റൻസ് താഴേക്ക് നീങ്ങി എന്നുള്ളത് നോക്കിയാൽ അത് S എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് F1 ആണ്. അപ്പൊ ഇവിടെ ഇത് താഴത്തേക്ക്, നമ്മൾ ആ F1 ഫോഴ്സ് കൊടുത്തപ്പോൾ ഇത് താഴേക്ക് നീങ്ങിയത്, ഇവിടെ നിന്ന് പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇത് ഇത്ര നീങ്ങി, 1 മീറ്ററാണ് നീങ്ങിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും നമ്മൾ S1 എന്ന് കൊടുക്കുന്ന ആ സംഖ്യയായിരിക്കും. അപ്പൊ ഇവിടെ ചെയ്യപ്പെടുന്ന വർക്ക് F1 ഇൻറ്റു S1 ആണെങ്കിൽ ഇവിടെ ചെയ്യപ്പെടുന്ന വർക്ക് എത്രയായിരിക്കും? ഇവിടെ ചെയ്യപ്പെടുന്ന വർക്ക് F2 ഇൻറ്റു S2 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് എത്ര പൊങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഇപ്പൊ ഈ കേസിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ഫോഴ്സ് 10 അല്ലെ, 10 ഇൻറ്റു S1. ഇവിടെ നമ്മൾ കൊടുത്തത് എത്രയാണ്? അപ്പൊ ഇവിടെ ലഭിച്ചത് എത്രയാണ്? ഇവിടെ 10 ഫോഴ്സ് കൊടുത്തപ്പോൾ ഇവിടെ 100 കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞത്. 100 ഇൻറ്റു S2, ഇത് രണ്ട് ഈക്വൽ ആയിരിക്കണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ കിട്ടുന്ന ആൻസർ ഇവിടെ കിട്ടുന്ന ആൻസർ സെയിം വരണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ 10 ഉള്ളു. അപ്പോൾ ഇവിടെ ഇപ്പോൾ S1 ഈ നമുക്ക് ഒരു 50 എന്ന് കൊടുക്കാം. S1 ഒരു 50 എന്ന് കൊടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ 50 മീറ്റർ താഴ്ത്തി എന്നർത്ഥം. 10 ഫോഴ്സ് കൊടുത്തുകൊണ്ട് 50 മീറ്റർ നമ്മൾ താഴ്ത്തി. അപ്പോൾ ഇവിടെ ചെയ്ത ടോട്ടൽ വർക്ക് എത്രയാണെന്ന് നോക്കി, 10 ഇൻറ്റു 50 500 വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ 500 വരുള്ളൂ. ശരിയല്ലേ? കാരണം ഇത് രണ്ട് ഈക്വലാണ്.
അപ്പോൾ ഇവിടത്തെ ആൻസർ 500 വരണം. 500 100 ഓൾറെഡി ഇവിടെ ഉണ്ട്, ഫോഴ്സ് 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എസ് എത്രയേ വരുള്ളൂ? എസ് 50 വരാൻ പറ്റുമോ? 50 വന്നാൽ അത് 5000 ആയിപ്പോ. അപ്പൊ എസിന്റെ സ്ഥാനത്ത് വരാവുന്ന സംഖ്യ എത്രയാണ്? 5. എന്ന് വെച്ചാൽ ഇത് 50 സെന്റിമീറ്റർ നമ്മൾ താഴ്ത്തിയപ്പോ ഇത് 50 സെന്റിമീറ്റർ ഉയർന്നില്ല, ഇത് വെറും 5 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 5 മീറ്റർ ആണ് ഇത് ഉയർന്നോളൂ. ഇത് 50 താഴ്ത്തി, പക്ഷെ ഇത് 5 ഉയർന്നോളൂ. ഓക്കെ, അപ്പോ നമ്മള് ഇതിനകത്ത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനേക്കാളും കൂടുതൽ ഇവിടെ കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ എത്ര താഴ്ത്തുന്നോ അത്രയും ഇവിടെ ഉയരുക.